ഹായ് ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് വിത്ത് അസ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഇനി വരുന്ന കാര്യങ്ങളെപ്പറ്റി എങ്ങനെ സംസാരിക്കും എന്നതിലാണ് ഒരു ക്ലാസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ഞാൻ ചെയ്യും എന്ന് പറയുവാൻ എന്താണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ പറയാണ് നാളെ അവൻ വരും. ഹീ വിൽ കം. അപ്പോൾ ഞാൻ നാളെ പോകുമെന്നാണെങ്കിലോ ഐ വിൽ ഗോ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ സബ്ജക്റ്റീവ് പ്രോനൗൺസ് എന്ന് പറഞ്ഞിട്ട് ഐ, യു, ഹി, ഷീ ഇങ്ങനെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാവുന്ന പ്രോനൗൺസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഐ എന്നത് ഞാൻ, യു നീ, ഹി അവൻ, ഷീ അവർ, അവൾ, ദേ അവർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സബ്ജക്റ്റിൻ്റെ കൂടെ, അതായത് ആദ്യം നാം ആരെപ്പറ്റിയാണോ പറയുന്നത് അതിനോടൊപ്പം വിൽ പ്ലസ് വെർബ്, അതായത് റൂട്ട് വെർബ്, വെർബിൻ്റെ കൂടെ ഒന്നും ആഡ് ചെയ്യാതെ വിൽ പ്ലസ് റൂട്ട് വെർബ് എഴുതിയാൽ അതെന്താവും? ടുമോറോ ഐ വിൽ ഡൂ എന്നുള്ള രീതിയിലേക്ക്, അതായത് നാളെ ഞാനത് ചെയ്യും എന്ന രീതിയിലേക്ക് മാറും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതും ഒന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ പറയണ അവൻ വരും, ഹീ വിൽ കം. അവൾ വരും എന്നാണെങ്കിൽ ഷീ വിൽ കം. ഞാൻ വരും, ഐ വിൽ കം. ഓക്കെ, അവർ വരും, ദേ വിൽ കം. നീ വരും, യു വിൽ കം. ഇങ്ങനെ വിൽ ഉപയോഗിച്ച് നമുക്ക് വാക്കുകൾ അല്ലെങ്കിൽ സെൻറ്റൻസുകൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നാളെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ഞാൻ ചെയ്യും എന്നത്, ഇപ്പം ഞാൻ നാളെ ഒരു കാറ് വാങ്ങും, അല്ലെങ്കിൽ ഞാൻ ഒരു കാറ് വാങ്ങും, ഐ വിൽ ബൈ എ കാർ. അപ്പം നാളെ രാവിലെ എന്നാണെങ്കിൽ ഐ വിൽ ബൈ എ കാർ ടുമോറോ മോർണിംഗ്. ഇപ്പോൾ എത്ര പെട്ടെന്ന് നമ്മളത് ഉണ്ടാക്കി നോക്കും. അപ്പോൾ ഇത് നമുക്ക് ഒരു സെൻറ്റൻസ്, നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകൾ പറഞ്ഞിരുന്നു, ഒരു സെൻറ്റൻസ് പറയുമ്പോൾ ഇപ്പോൾ നാളെ പോകും, ഹീ വിൽ ഗോ. അപ്പോൾ അവൻ നാളെ പോകും എന്നാണെങ്കിൽ അവൻ നാളെ പോകുമോ എന്നാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചത് ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ. ഹീ വിൽ ഗോ എന്ന് പറയുമ്പം പോകും എന്നാണെങ്കിൽ വിൽ ആദ്യം എഴുതിയതിന് ശേഷം വിൽ ഹീ ഗോ, അവൻ പോകുമോ എന്നാവും അല്ലേ. എന്നാൽ അവൻ പോയില്ല എന്നാണെങ്കിലോ ഹീ വിൽ നോട്ട് ഗോ. വിൽ നോട്ട് എന്നുള്ളതിന് നമുക്ക് ഷോർട്ട് ചെയ്ത് വോണ്ട് എന്ന് എഴുതാം. ഹീ വിൽ നോട്ട് അഥവാ വോണ്ട് ഗോ. ഓക്കെ, എന്നാൽ അവൻ പോവുകയില്ലേ എന്നാണെങ്കിൽ വോണ്ട് ഹീ ഗോ. നമ്മളിപ്പോൾ ഹീ വിൽ ഗോയുടെ വില്ല് പുറത്തെടുത്തിട്ട് വിൽ ഹീ ഗോ എന്നെഴുതിയതുപോലെയാണ് അടുത്തതും. ഹീ വോണ്ട് ഗോ എന്നാണെങ്കിൽ വോണ്ട് ഹീ ഗോ. അവൻ പോകും. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ഓരോ സെൻറ്റൻസുകളെയും വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. അപ്പം ഹീ വിൽ ഗോ, ഹീ വിൽ നോട്ട് ഗോ ഓർ വോണ്ട് ഗോ, ഹീ വിൽ ഗോ, ഹീ വിൽ നോട്ട് ഗോ. അത് രണ്ടും എഴുതിയല്ലോ. പിന്നുള്ളത് ഹീ വിൽ ഗോ എന്നതിൻ്റെ ക്വസ്റ്റ്യൻ രൂപമാണ് വിൽ ഹീ ഗോ. എന്നാൽ ഹീ വിൽ നോട്ട് ഗോ എന്നാണെങ്കിൽ വോണ്ട് ഹീ ഗോ അല്ലേ. എന്നാൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ എഴുതുകയാണെങ്കിൽ വെൻ വിൽ ഹീ ഗോ, അവൻ എപ്പോഴാണ് പോകുന്നത് അല്ലേ. അവൻ എൻ്റെ അടുത്തോട്ട് വരും എന്ന് പറഞ്ഞു. അപ്പം ദേ വിൽ കം ആണ്, അവർ വരും. ദേ വിൽ കം ടു മീ, എൻ്റെ അടുത്തേക്ക് വരും. ദേ വിൽ കം ടു മീ, അവർ എൻ്റെ അടുത്തേക്ക് വരും. ഇനി ഞാൻ അമ്മയെ സഹായിക്കും, ഐ വിൽ ഹെൽപ്പ് മൈ മദർ. ഞാൻ അമ്മയെ നാളെ സഹായിക്കും, ഐ വിൽ ഹെൽപ്പ് മൈ മദർ ടുമോറോ. കേട്ടോ. അപ്പോൾ ഇനി അവൾ പുസ്തകം വായിക്കും, ഷീ വിൽ റീഡ് ദ ബുക്ക്. അവൾ പുസ്തകം വായിക്കുമോ എന്നാണെങ്കിൽ വിൽ ഷീ റീഡ് ദ ബുക്ക്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിവിടെ തരുന്ന ഈ സെൻറ്റൻസുകൾ, അതായത് മലയാളം സെൻറ്റൻസുകൾ നിങ്ങൾ സ്വയം ഇംഗ്ലീഷിലേക്ക് മാറ്റുക. അതിനുശേഷം ഞാനതിൻ്റെ ആൻസേഴ്സ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഓക്കെ, അവൻ എന്നെ സഹായിക്കും, അല്ലെങ്കിൽ അവൻ എന്നെ വേണ്ട, അവൻ സഹായിക്കും. ഓക്കെ, ഇനി അവൾ വിളിക്കും.
അവൻ എന്നെ സഹായിക്കും എന്നാണെങ്കിൽ എന്താണ്? ഹീ വിൽ ഹെൽപ്പ്. എന്നെയാണെങ്കിൽ മീ. ഹീ വിൽ ഹെൽപ്പ് മീ. ഓക്കെ. എന്നാൽ അവൾ വിളിക്കും എന്നാണെങ്കിൽ ഷീ വിൽ കോൾ. അവൾ നാളെ വിളിക്കും. ഷീ വിൽ കോൾ ടുമോറോ. കഴിക്കും. ഐ വിൽ ഈറ്റ് ഫുഡ്. ഞാൻ വെള്ളം കുടിക്കും. ഐ വിൽ ഡ്രിങ്ക് വാട്ടർ. ഞാൻ സ്കൂളിലേക്ക് പോകും. ഐ വിൽ ഗോ ടു സ്കൂൾ. ഇങ്ങനെ ഓരോ സന്ദർഭത്തിലുമുള്ള ഇംഗ്ലീഷ് നമ്മളെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് പൊടി തട്ടി എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. തീർച്ചയായും ആദ്യമായി കാണുന്നവർ ഇതിന് തൊട്ട് മുമ്പായിട്ട് കുഞ്ഞുങ്ങൾക്കും തുടക്കക്കാർക്കുമുള്ള വളരെ ഇമ്പോർട്ടൻ്റായ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.